ബൈബിൾ ഇല്ലാത്ത ക്രൈസ്തവ കുടുംബങ്ങളില്ല. പള്ളിയിൽ പോകാത്ത ക്രൈസ്തവരില്ല. ഖുർആൻ ഇല്ലാത്ത മുസ്ലിം ഭവനങ്ങളില്ല. വെള്ളിയാഴ്ച പള്ളിയിൽ പോയി നിസ്കരിക്കാത്ത മുസൽമാനില്ല. ഹിന്ദുക്കളിൽ ഒരു 99% പുരുഷന്മാരും നിരീശ്വരവാദികളാണ്, യുക്തിവാദികളാണ്. അവർ ഏത് നിലയിലെത്തിയാലും അവർ ബാല്യത്തിലോ കൗമാരത്തിലോ യൗവനത്തിലോ ഒന്നും നമ്മുടെ ഗ്രന്ഥങ്ങൾ ഒരാവർത്തി പോലും വായിച്ചിട്ടില്ല. പക്ഷെ നമ്മളൊക്കെ സനാതന ധർമ്മത്തിന്റെ ഹിന്ദുമതത്തിന്റെ പേരിൽ ജനിച്ചവരാണ്. അവനവന്റെ അമ്മയെ സ്നേഹിക്കാൻ കഴിയാത്ത ഒരാളിന് മറ്റൊരമ്മയെ സ്നേഹിക്കാൻ കഴിയില്ല. എങ്ങനെ രക്ഷിക്കാൻ സാധിക്കും? അവനവന്റെ അമ്മയ്ക്ക് പച്ചവെള്ളം ദാഹിക്കുമ്പോൾ കൊടുക്കാത്ത ഒരു യുവാവ് അപ്പുറത്തെ വീട്ടിലെ അമ്മയ്ക്ക് ബൂസ്റ്റിട്ട പാല് കൊടുത്തത് കൊണ്ട് അർത്ഥമില്ല. പ്രിയപ്പെട്ട ഗുരുവേ, അങ്ങയുടെ ഹൃദയം തുറന്ന വാക്കുകൾക്ക് 1000 നന്ദി അർപ്പിക്കുകയാണ്. അങ്ങിപ്പോ ഇവിടെ പങ്കുവച്ച ആശങ്കയുണ്ടല്ലോ, ഹൈന്ദവ സഹോദരങ്ങളിൽ 90% വരുന്ന മനുഷ്യരും നിരീശ്വരവാദികളോ അല്ലെങ്കിൽ അർദ്ധനിരീശ്വരവാദികളോ ആയിരിക്കും. എന്നാൽ മറുപുറത്ത് മുസ്ലിമീങ്ങൾക്കും ക്രൈസ്തവർക്കും ഈ പ്രശ്നമില്ല. അവരവരുടെ വേദഗ്രന്ഥങ്ങൾ പഠിച്ചവരാണ്. അഥവാ വേദഗ്രന്ഥങ്ങൾ പഠിച്ചവരാണ് എന്ന് പറഞ്ഞാൽ അത് പഠിച്ച ന്യൂനപക്ഷമാണെങ്കിൽ പോലും ധർമാധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവരാണ് എന്നുള്ളതാണ്. അതാണ് അതിന്റെ ആകത്തുക. എന്നാൽ എന്തുകൊണ്ടാണ് ഈ 90% വരുന്ന മനുഷ്യർ ഇന്ന് ഇന്ത്യയിൽ 83% ഈ ഹൈന്ദവർ നിരീശ്വരവാദികളോ അർദ്ധനിരീശ്വരവാദികളോ ആയിപ്പോയത്? അതിന്റെ ഉത്തരം നമ്മുടെ മഹാഭാരതത്തിലുണ്ട്. മഹാഭാരതം 18 പർവ്വങ്ങളാണല്ലോ. അതിൽ 3ാമത്തെ പർവ്വമായ സഭാപർവം കഴിഞ്ഞ് അടുത്ത പർവ്വം ആരണ്യപർവമാണ്, വനപർവം. പഞ്ചപാണ്ഡവന്മാർ വനവാസത്തിന് പോയി മുനിമാരെ തേടുന്ന കാലയളവ്. അതിൽ അവർ കണ്ടെത്തുന്ന മുനിയാണ് മാർക്കണ്ഡേയ മുനി. ആ മാർക്കണ്ഡേയ മുനിയെ കണ്ടെത്തുന്ന ആ അധ്യായമാണ് മാർക്കണ്ഡേയ സമസ്യ. ഈ വനപർവം 315 അധ്യായങ്ങളാണല്ലോ. അതിൽ 118ാമത്തെ അധ്യായമായ മാർക്കണ്ഡേയ സമസ്യയിൽ മാർക്കണ്ഡേയ മുനിയോട് പഞ്ചപാണ്ഡവന്മാരിൽ ഏറ്റവും മുതിർന്ന ആള്, അദ്ദേഹത്തിന്റെ ധർമ്മപുത്രൻ എന്ന് വിളിക്കുന്ന യുധിഷ്ഠിരൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതിൽ ചോദിക്കുന്നത്, കലിയുഗമാകുമ്പോൾ, ലോകാന്ത്യം എടുക്കുമ്പോൾ ലോകത്തിലുണ്ടാകുന്ന മാറ്റം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ മാർക്കണ്ഡേയ മുനി പറയുന്നുണ്ട്, ത്രിപുർ അംശയർ അധർമ്മസ്തു ലോകാൻ അക്രമ്യാധിഷ്ഠിതേ. ത്രിപുർ അംശയർ, ലോകത്തെ ജനസംഖ്യയുടെ 3/4 ഭാഗവും അധർമ്മസ്തു ലോകാൻ. ധർമ്മം മതം, അധർമ്മം മതമില്ലായ്മ, ധർമ്മം വെളിച്ചം, അധർമ്മം വെളിച്ചമില്ലായ്മ, ഇരുട്ട്. അഥവാ മനുഷ്യന്റെ ഹൃദയം ഇരുട്ടായി പോകുന്ന അവസ്ഥയാണ് അധർമ്മം എന്നുള്ളത്. ധർമ്മം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിൽ വെളിച്ചമാകുന്ന സവിശേഷമായ സംശുദ്ധമായ സ്വഭാവമാണല്ലോ. നോക്കൂ എന്റെ പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന ശ്രോതാക്കളോട് പറയുന്നത്, നമ്മൾ വിവിധങ്ങളായ മതങ്ങളിലുള്ളവരാണല്ലോ. ഇപ്പൊ ഹിന്ദുക്കൾക്കാണെങ്കിലും ക്രൈസ്തവർക്കാണെങ്കിലും മുസ്ലിമീങ്ങൾക്കാണെങ്കിലും ധർമ്മത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? സിമിലാരിറ്റി നോക്കാം. അക്രമം, കൊലപാതകം, വ്യഭിചാരം, കള്ളുകൂടി, മറ്റുള്ള മനുഷ്യരെ കീഴ്പ്പെടുത്തുക, അന്യന്റെ സ്വത്ത് അപഹരിക്കുക, ഇതേതെങ്കിലും ഈ പറയപ്പെട്ട നമ്മളിപ്പോ പ്രഥമമായ 3 മതങ്ങളുണ്ടല്ലോ, ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി, ഹിന്ദു, ഇതിലേതെങ്കിലും ഒരു മതത്തിൽ ഇത് അനുവദനീയമാണ്? അല്ല. ഇത് തെറ്റാണെന്ന് പറയുന്ന സിദ്ധാന്തം ഏതാ? മതമല്ലേ. അപ്പൊ മതം എന്താണ്? ധർമ്മമാണ്. അധർമ്മസ്തു ലോകാൻ, അധർമ്മമാകുന്ന എന്താണ്? മതമില്ലായ്മയാണ്, അഥവാ നിരീശ്വരവാദം ബാധിക്കുന്നുള്ളതാണ്. ഇതിനെ നമുക്ക് എങ്ങനെ സർവൈവൽ ചെയ്യാം? ഇപ്പൊ നിങ്ങളുടെ കയ്യിലിരിക്കും. ഇപ്പൊ ഞാനിപ്പോ എടുത്ത ഈ മഹാഭാരതം തന്നെ, ഈ മഹാഭാരതത്തിന്റെ ഉള്ളടക്കം എന്താണ്? ധർമ്മസ്ഥാപനമല്ലേ. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? രാവിലെ മുതൽ വൈകുന്നേരം വരെ മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കലല്ല, മറിച്ച് അവനവന്റെ വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. മതമെന്ന് പറഞ്ഞാൽ കേവല ആചാരാനുഷ്ഠാനങ്ങളുടെ പ്രഹേളികയല്ലല്ലോ, മറിച്ച് മൂല്യങ്ങളാണ്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാണ്, 83% വരുന്ന ഹൈന്ദവ സഹോദരങ്ങളിൽ എത്ര ആചാര്യന്മാരുണ്ടാകും? നിങ്ങളൊന്ന് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയാണ്. ലക്ഷക്കണക്കിന് വരുന്ന ആചാര്യന്മാരില്ലേ? ഒരുപാട് സന്യാസിമാരില്ലേ? ഈ സന്യാസിമാരിൽ എത്ര പേര് ഈ ദർശനം, ഈ ധർമ്മം തന്റെ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നു? ഈ വിശ്വാസത്തിന്റെ, ഈ വേദഗ്രന്ഥത്തിന്റെ വൈവിധ്യങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അവർ ശരിയായ ധാരയിൽ, അവരെ കണ്ടാൽ ഒരു മനുഷ്യനിക്ക് പരിവർത്തനമുണ്ടാകുന്ന വാക്കുകളും വിവേകാനന്ദ സ്വാമിയെ പോലെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന എത്ര പേരുണ്ട്? എന്നാൽ ഇതേ സന്യാസിമാരിൽ ഇന്ന് നിലവിലുള്ള എത്ര മനുഷ്യന്മാർ അവര് ഭരിക്കുന്ന നാട്ടിൽ പോലും അവരുടെ ഒരു ആഘോഷവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ പോകുമ്പോൾ മറ്റുള്ള ആരാധനാലയങ്ങൾ ടാർപ്പാളിട്ട് മൂടുകയാണ്. അഥവാ അതേ എന്റെ ഈ കയ്യിരിക്കുന്ന ഈ മഹാഭാരതം ഉണ്ടല്ലോ, ഇത് ധർമ്മസ്ഥാപനമാണ്. അപരന് ബുദ്ധിമുട്ടുണ്ടാകാതെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഈ ധർമ്മ സ്ഥാപനത്തിന്റെ ഈ വേദഗ്രന്ഥം, ഇത് കയ്യിലേന്തുന്ന മനുഷ്യന്മാർ
വഴിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ മറ്റുള്ള മനുഷ്യർ അവർ ആരാധനാലയങ്ങൾ പൊളിക്കുമെന്ന് പേടിച്ചിട്ട്, തകർക്കുമെന്ന് പേടിച്ചിട്ട് ടാർപ്പാളയിട്ട് മൂടുകയാണ്. അവിടെ കൊണ്ട് കഴിഞ്ഞോ? അവർ ഏറെ ആരാധിക്കുന്ന, അവരാരാധ്യ പുരുഷനായ രാമന്റെ പേര് ചൊല്ലി മനുഷ്യനെ ആക്രമിക്കുകയാണ്. അവന്റെ കഴുത്തിൽ പിടിച്ചിട്ട് പറയണ ജയ് ശ്രീറാം എന്ന് പറയാണ്. ഏത് ദൈവമാണ് എന്നെ കേൾക്കുന്ന ഹൈന്ദവ സഹോദരനോട് ഹൃദയം തൊട്ട് ചോദിക്കുകയാണ്. ഈ ലോകത്ത് ഏത് തെമ്മാടിയാണെങ്കിലും ഒരു മനുഷ്യന്റെ കഴുത്തിൽ പിടിച്ചിട്ട് പറയണ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഏത് ദൈവമാണോ പ്രസാദിക്കുന്നത്? ഏത് ദൈവത്തിനാണ് ചാഞ്ചല്യം ഉണ്ടാകുന്നത്? ഒരിക്കലും അത് ധർമ്മമല്ല, അതൊരിക്കലും നന്മയുമല്ല, ഒരു മതം പഠിപ്പിക്കുന്ന സംഗതിയുമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ മനുഷ്യരിൽ പരിവർത്തനം ഉണ്ടാക്കണമെങ്കിൽ സനാതന ധർമ്മത്തിന്റെ മൂല്യം പഠിപ്പിക്കണം. സനാതന ധർമ്മ സിദ്ധാന്തം തന്നെയാണ്. സനാതന ധർമ്മത്തിന്റെ നിർവചനം ഞാൻ ഒരിക്കലും യാത്ര ചെയ്യുമ്പോൾ എന്റെ സമീപത്തിരുന്ന സഹോദരനോടും അദ്ദേഹമായിട്ടുള്ള ചർച്ചയിൽ പെട്ടെന്ന് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ പറയുന്നത് സനാതന ധർമ്മം എന്ന് പറയുമ്പോൾ അയാള് എന്നും നിലനിൽക്കുന്ന ധർമ്മം എന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു. അദ്ദേഹത്തിന് ഞാനാ പറഞ്ഞു കൊടുത്തത്, സത്യം ബ്രുയത്, പ്രിയം ബ്രുയത്, ന ബ്രുയത് സത്യമപ്രിയ, പ്രിയം ചാനർത്ഥം ഏകയക്ഷ സനാതന, സത്യം ബ്രുയത്, സത്യം മാത്രം പറയുക, പ്രിയം ബ്രുയത്, പ്രിയമുള്ള സത്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക, ന ബ്രുയത് സത്യമപ്രിയ, അപ്രിയ സത്യങ്ങൾ പറയുകയും ചെയ്യരുത്, പ്രിയം ചാനർത്ഥം ഏകയക്ഷ സനാതന. ഇങ്ങനെ സത്യങ്ങൾ പറയുക, അതായത് ധർമ്മത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് സനാതന ധർമ്മം എന്നാണ് സനാതന ധർമ്മത്തിന്റെ നിർവചനം. ഇന്ന് ലോകത്ത് ന്യൂനപക്ഷമായിക്കോട്ടെ മുസ്ലിമീങ്ങളിൽ ഇതൊന്നും ചെയ്യാത്ത, ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇന്ന് വരെ ജീവിതത്തിൽ കള്ള് കൈകൊണ്ട് തൊട്ടിട്ടില്ല. ഞാൻ മദ്യപിച്ചിട്ടില്ല. മാത്രമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉറപ്പ് പറയാൻ കഴിയുന്ന മറ്റൊരു കാര്യമാണ്, ഒരു മനുഷ്യനെ ഇന്ന് വരെ ആക്രമിച്ചിട്ടില്ല. അപ്പൊ എന്റെ ഈ വേഷമൊക്കെ കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചോളം എന്താണ്, ഞാനൊരു മുസൽമാൻ, ഒരു ഭീകരവാദി, തീവ്രവാദി, ഏത് സമയത്ത് നിങ്ങൾ പറയുന്ന പൊട്ടിത്തെറിക്കുന്ന ആള് എന്നൊക്കെയല്ലേ പറയാറുള്ളത്. ഓക്കെ, ശരി. എന്നാൽ ഞാൻ ഇതുവരെ പൊട്ടിത്തെറിച്ചിട്ടില്ല, പൊട്ടിത്തെറിക്കാൻ ആഹ്വാനം ചെയ്തിട്ടില്ല, ഒരു മനുഷ്യനെ ആക്രമിച്ചിട്ടില്ല. ആരെങ്കിലും ഒരാൾ പറയട്ടെ എന്നെ കുറിച്ച്, എന്റെ വോയിസ് എല്ലാവരും കേൾക്കുകയല്ലേ ചെയ്തിട്ട്. എന്തുകൊണ്ട്? ഞാൻ മദ്യപിക്കാതിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നോക്ക് നിങ്ങൾ, 1-2 പെഗൊക്കെ ഒരു വ്യക്തി കഴിച്ചെന്ന് വിചാരിക്കുക, അയാൾക്ക് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലം ഉടനെ ഉണ്ടാവും. കാരണം എത്രയും ആളുകൾ കള്ളു കുടിക്കുന്നു. ഹെൽത്ത് പ്രോബ്ലത്തിനപ്പുറമല്ല, മറിച്ച് ഈ മദ്യം ഉള്ളിലേക്ക് ചെന്നിട്ട് എന്റെ ഈ സ്വബോധത്തെ ഏതെങ്കിലും ഘട്ടത്തിൽ മറച്ചു കളഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന പ്രത്യാഘാതമാണ് എന്റെ ഉമ്മ അല്ലാതായി കാണുക, എന്റെ പെങ്ങളല്ലാതായി കാണുക പോവുക. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകാനേ പാടില്ല. അത് ഭൂമിയിൽ ഞാൻ ഈ ഉണ്ടാക്കിയെടുത്ത ആത്മാഭിമാനത്തിന് കളങ്കം വരുത്തലാണ്. രണ്ടാമത്തത്, മറ്റൊരു പ്രശ്നം, ഞാൻ വിശ്വസിക്കുന്ന എന്നെ സൃഷ്ടിച്ച എന്റെ പടച്ചതമ്പുരാനുണ്ടല്ലോ, ആ റബ്ബ് ഇത് വേണ്ട എന്ന് പറഞ്ഞു, ചെയ്യരുതെന്ന് പറഞ്ഞു. അത് ചെയ്യാതിരുന്നാൽ ഈ ഭൂമിയിലുള്ള നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞു. നിനക്ക് നിന്റെ ഭാര്യനെ സന്തോഷിപ്പിക്കാൻ കഴിയും, നിന്റെ മക്കൾക്ക് പഠനത്തിൽ യാതൊരുവിധ പ്രശ്നം ഉണ്ടാവില്ല. നീ വീട്ടിൽ ചെന്ന് ഭാര്യനെ ചവിട്ടുമ്പോൾ ബഹളം ഉണ്ടാകുമ്പോൾ ആ കുട്ടിയുടെ പഠന വൈകല്യം ഒന്നും ഉണ്ടാവില്ല. എല്ലാവരെയും നോർമലായിട്ട് എല്ലാവരോടും സംസാരിക്കുകയും എല്ലാവരോടും സന്തോഷം പങ്കിട്ട് റാഹത്തായിട്ട് നിനക്ക് ജീവിക്കാം ഈ ഭൂമിയിൽ. മാത്രമല്ല, ഇതെല്ലാം ഉപേക്ഷിക്കുന്നതിന്റെ പേരിൽ നീ ഇതെല്ലാം ഉപേക്ഷിച്ചു എന്നുള്ള വ്യതയും നിനക്ക് വേണ്ട. ഇതിനേക്കാൾ മഹത്തരമായ പല സന്തോഷങ്ങളും നിനക്ക് തരാമെന്നുള്ള വാഗ്ദാനം എന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കിയ ആ വിശ്വാസമാണ് ഇതെല്ലാം ത്യജിക്കുന്നത്. അപ്പം എല്ലാ മതങ്ങളിലേക്കും അതിന്റെ ആഴങ്ങളിലേക്കും നിങ്ങൾ ചെന്നാൽ ഇതൊക്കെ നിഷേധിക്കുന്നുണ്ട്. മതമില്ലായ്മയാണ് ഇതെല്ലാം ചെയ്യാന്ന് പറയുന്നത്. അവരെന്താ മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രം? മതഗ്രന്ഥങ്ങൾ മാറ്റൂ, മതത്തിന്റെ മൂല്യങ്ങൾ മാറ്റൂ. ആധുനിക മൂല്യം എന്തായിരിക്കും? ഇന്ന് മനുഷ്യർ കൊണ്ടു നടക്കുന്ന എല്ലാ മൂല്യങ്ങളും മതത്തിന്റെ മൂല്യമാണ് അല്ലെന്ന് പറയാൻ കഴിയും. നമ്മുടെ നിയമവ്യവസ്ഥയിൽ എഴുതി ചേർത്ത മൂല്യങ്ങൾ പോലും മതത്തിൻ്റെതാണെന്ന് എനിക്ക് തെളിയിക്കാൻ കഴിയും. മനുഷ്യർക്ക് മൂല്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമോ? അങ്ങനെ സൃഷ്ടിക്കുകയായിരുന്നെങ്കിൽ ഇന്ന് ഈ ഫാമിലി സെക്സ് ഒക്കെ ഉണ്ടല്ലോ, ബ്ലഡ് റിലേഷനൊക്കെ അനുവദനീയമായി മാറിയാണ്. കാരണം ഇന്ന് നിരീശ്വരവാദികൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? സ്വന്തം മാതാവിന്റെ കൺസെന്റ് ഉണ്ടെങ്കിൽ അവരോടൊപ്പം പോയിക്കാന്ന് പറയുന്നു. അപ്പൊ ആധുനിക മൂല്യങ്ങൾ നമ്മളൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, മനുഷ്യരുണ്ടാക്കിയതാണ് മൂല്യങ്ങൾ. ഈ തിന്മകളെല്ലാം എല്ലാ കാലത്ത് തിന്മയായനെ. കാരണം നമ്മളിൽ ന്യൂനപക്ഷം വരുന്ന മനുഷ്യരെങ്കിലും ഇതൊക്കെ തെറ്റാണെന്ന് പറയുന്നുണ്ടല്ലോ. എന്നാൽ പുതിയ യുഗം അത് തെറ്റാണെന്ന് പറയുന്നില്ല. അപ്പൊ മതമാണ് ധർമ്മം, മതമില്ലായ്മയാണ് അധർമ്മം. ഇത് നിലനിൽക്കണമെങ്കിൽ അവനവന്റെ ആശയവും സിദ്ധാന്തവും നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബത്തിന് പഠിപ്പിച്ചു കൊടുക്കണം. അതിൽ എന്റെ പ്രിയപ്പെട്ട ഗുരുവേ നോക്കൂ, ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് നേരിടുന്ന ഈ ദുരവസ്ഥ നമുക്കറിയാമല്ലോ. എന്തെല്ലാം ആധുനിക സംവിധാനങ്ങൾ നമുക്കുണ്ട്. മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് വിവിധ രാജ്യങ്ങളിൽ പോകാനുള്ള സംവിധാനങ്ങളുണ്ട്. ലോകം മുഴുവനും നമ്മുടെ വിരൽത്തുമ്പിലേക്ക് വരുന്നു. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു മൊബൈൽ കൊണ്ട് ലോകം മുഴുവൻ കാണാനുള്ള സംവിധാനമുണ്ട്. പക്ഷേ നിർഭയത്വത്തോടുകൂടി മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ട്.
എന്നാൽ നമ്മുടെ ഭൂതകാലത്തിലേക്ക് പോകൂ. തിന്നാനും കുടിക്കാനും ഇല്ലാതെ ഉടുക്കാൻ നേരെ വസ്ത്രമില്ലാത്ത മനുഷ്യർ ഇവിടെ ജീവിച്ചിരുന്നു. അക്കാലത്ത് മനുഷ്യർക്ക് നിർഭയമായി ജീവിക്കാൻ കഴിയുന്ന ഘട്ടങ്ങളുണ്ടായിരുന്നു. എന്തുകൊണ്ട്? ഇന്നും ഈ ധർമ്മം കൃത്യമായി പാലിക്കപ്പെടുന്ന സ്ഥലങ്ങളിലാണ് ഏറ്റവും അധികം ആളുകൾ സമാധാനത്തോടെ ജീവിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇന്ന് കേരളത്തിന്റെ സാഹചര്യം അങ്ങനെയല്ലല്ലോ, മുസ്ലിമീങ്ങളിൽ തന്നെ കള്ളുകൂടിയന്മാരും അക്രമകാരികളുണ്ട്, മറ്റു മതങ്ങളിലുണ്ട്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നു ചോദിച്ചാൽ ഒറ്റ കാര്യമുള്ളൂ, മതം അവരുടെ തൊണ്ടക്കുഴിയിൽ താഴേക്ക് ഇറങ്ങുന്നില്ല എന്നുള്ളതാണ്. വർത്തമാന കാലഘട്ടത്തിൽ നിരീശ്വരവാദം അവരെ വല്ലാതെ ബാധിക്കുന്നു, അവരെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. നിരീശ്വരവാദം മനുഷ്യരിലേക്ക് കടന്നുകൂടിയാൽ വീണ്ടും വിചാരമില്ലാതായി പോകും. ഏത് മനുഷ്യനാണ്, നിങ്ങൾ നോക്കൂ, നമ്മുടെ ജനൻ ടി വി തന്നെ ആരിഫ് ഹുസൈൻ അടക്കമുള്ള ആളുകൾ വന്ന് നിരന്തരമായി സംസാരിക്കുന്നുണ്ടല്ലോ. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇവരുടെ വാക്ക് കേട്ട് ഇൻസ്പിറേഷനായി അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പരിവർത്തനം കൊണ്ട് ഞാൻ നാളെ മുതൽ മദ്യപാനം നിർത്തുന്നവനായി, ഞാൻ നാളെ മുതൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തോന്നിവാസങ്ങളിൽ നിന്നും ഞാൻ മുക്തനാവുകയാണ്, എനിക്ക് കിട്ടുന്ന സമ്പാദ്യത്തിന്റെ 1% ഞാൻ മറ്റുള്ളവർക്ക് ദാനം ചെയ്യും, ഞാൻ അബലകളായ സ്ത്രീകളെ സഹായിക്കും, ഞാൻ അനാഥരായ മനുഷ്യരെ ചേർത്ത് പിടിക്കും എന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പരിവർത്തനം ഉണ്ടാക്കുന്ന ഒരു വാക്ക് അതിനപ്പുറം എന്ത് ചെയ്തു? ഇസ്ലാം അടക്കമുള്ള മതങ്ങളെ നിന്ദിച്ചുകൊണ്ട് മനുഷ്യരുടെ മനസ്സിൽ, മുസ്ലിമീങ്ങളിൽ തന്നെ ഒരു ന്യൂനപക്ഷം വരുന്ന ധർമ്മത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരെ പോലും അക്രമോത്സുകമായ വാക്കുകളും പ്രവൃത്തികളും പറയുന്ന രൂപത്തിലേക്ക് പരിവർത്തനപ്പെടുത്തി എന്നുള്ളതാണ്. ആരിഫ് ഹുസൈന്റെ ഭാഷയിലേക്ക് അല്ലെങ്കിൽ ആരിഫ് ഹുസൈന്റെ രീതിയിലേക്ക് അദ്ദേഹം പരുവപ്പെടുത്തി. അതിന്റെ പ്രേക്ഷകരായിട്ട് ഇന്ന് 90% ഉള്ളതും ഇതേ ഈ പറയപ്പെട്ട വേദഗ്രന്ഥം കയ്യിലെന്തിയ മനുഷ്യരാണ്. ജനൻ ടി വിയിലടക്കം കൊണ്ടിരുത്തി ഒരു സമുദായത്തിന്റെ കുറ്റവും കുറവും ആ മനുഷ്യരെ അങ്ങേയറ്റം പാർശ്വവൽക്കരിക്കാൻ വേണ്ടി എന്തെല്ലാം തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. ഞാൻ മുമ്പും പറഞ്ഞിരുന്നു, ഒരു മിനിറ്റെങ്കിലും ഈ സുന്ദരമായ വേദഗ്രന്ഥത്തിന്റെ ആശയതലങ്ങൾ ഒന്ന് പങ്കുവെച്ച് മനുഷ്യരാക്കാൻ നിങ്ങൾ ശ്രമിച്ചൂടെ? അപ്പൊ ഇവിടെ നമ്മുടെ നാട്ടിൽ ഈ മനുഷ്യന്മാരെല്ലാം അധമന്മാരായി പോകാനുള്ള കാരണം ഇത് തന്നെയാണ്.